എനിക്കൊരു എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പിലാണ് ഞാൻ ഉള്ളത്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അബീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കലാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ് ആട്ടോ. കുറച്ച് അധികം പരിപാടികളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഇന്നത്തെ ദിവസം. നല്ല സണ്ണിനെ നമുക്ക് പുറകെ കാണുന്നുണ്ടായിരിക്കുന്നത് കേട്ടോ. കുറേ ദിവസങ്ങളായി നമ്മൾ ഈ സൂര്യനൊക്കെ നേരിട്ട് കണ്ടിട്ട് അല്ലേ. എന്തോ ഒരു മനസ്സമാധാന ഫീൽ. ഭയങ്കര എൻ്റെ മനസ്സ് പക്ഷേ ഇപ്പോഴും ഒരു തണുത്ത ഇതാ. എനിക്ക് ഇത് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിനക്കോ? അബിക്ക് ക്ലിനിക്കലി ഡിപ്രഷൻ ആണെന്ന് എനിക്ക് ഒരു ചെറിയ ഡിപ്രഷൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇതേ ഒരുങ്ങി നിൽക്കുന്നത് ആമീനെ കൂട്ടാൻ വേണ്ടി പോകാനാണ്. ആമീനെ കൂട്ടിയിട്ട് വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്നാ അബി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കുറേ പ്ലാനുകളുണ്ട്, അതൊക്കെ പ്രാവർത്തികമാകുമോ നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ആദ്യത്തെ പരിപാടി നമ്മളത് ആമീനെ കൂട്ടാൻ വേണ്ടി പോകും കേട്ടോ. ആമീനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വേണം. ഈ ഒരു ദിവസം നമ്മളെ തുടങ്ങുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്, 1 മണിക്ക് ശേഷമാണ്. കാരണം ആമി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീട് ഉണരത്തുള്ളൂ. ഞാനും കൂടി വേണം വീട് ഉണരാൻ. പിന്നെ ഞാനും ഉണരുന്നത് 11-12 മണിയാകും. അതുകൊണ്ട് ഞാനില്ലായിരുന്നു, എനിക്കിന്നൊരു ക്ലാസ്, മിന്നിന് ഇന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ മിന്നു ക്ലാസ് കഴിഞ്ഞ് വന്നു. പിന്നെ എന്താ പറയാ, എനിക്കൊരു എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പിലാണ് ഞാൻ ഉള്ളത്. ഈ സൈഡൊക്കെ ഫുള്ള് ഡാഫോഡിൽസ് വിരിഞ്ഞിട്ട് അടിപൊളിയായി നിൽക്കും കേട്ടോ. പക്ഷെ എനിക്കിതൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, ആ ഒരു തണുത്തിട്ട് എനിക്ക് എൻ്റെ മനസ്സ് ഭയങ്കരത്തിലൊരു ഇതായിട്ടുണ്ട്. അപ്പൊ പിന്നെന്താ, ആക്ച്വലി തണുപ്പ് ഒരു ക്യാമ്പിങ്ങിനൊന്നും പോയാണ്ട് എനിക്ക് എന്തോ ഒരു എനിക്കൊന്നും ചെയ്യാത്ത പോലെ തോന്നുന്നു. എനിക്ക് അതെന്താണെന്നറിയില്ല. വെറും ഈ ഡ്യൂട്ടിയും ജോലിക്ക് പോവാ തിരിച്ചു വരിക, ഇങ്ങനെയുള്ള ഒരു ജീവിതം എനിക്കിഷ്ടമില്ല. ഓക്കെ, അപ്പം നമ്മള് നേരെ ആമീനെ കൂട്ടിയിട്ട് കാണാട്ടെ. ഇനി ഞങ്ങള് കൂട്ടിട്ടോ. ഇന്ന് എന്നാ ചെയ്യുമായിരുന്നു അവിടെ? എന്താ വരച്ചോണ്ടിരിക്കുവായിരുന്നു. വരച്ചിട്ട് ടീച്ചറിനെ കാണിക്കായിരുന്നു കേട്ടോ. ഇതാരടി? ഇതാരാ നീ വരച്ചേ? നീയാണോ വരച്ചത്? നിന്നെയാണോ വരച്ചേ? എന്താ വരച്ചേ നീ? ഇത് നീയാന്ന് എനിക്ക് അറിയാം. അത് പിടിക്ക്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മറ്റേ വീഡിയോയിലേക്ക് മാറാം അല്ലേ. ഇത് നമ്മുടെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ വണ്ടീനെ കുറിച്ച് നമ്മൾ 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു വണ്ടിയാട്ടോ. അപ്പോൾ അതിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ കയറി കാണാം കേട്ടോ, കാണാത്തവർ അല്ലേ. സമ്മറൊക്കെ തുടങ്ങി ചെറിയ വെയിലൊക്കെ വന്നപ്പോൾ ഞങ്ങളിത് പുറത്തിറങ്ങി നിന്ന് ജാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, തണുപ്പ് മാറി അല്ലേ. ഞാൻ മാറി വന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞ വർഷം ഇച്ചിരി മുന്നേ ഈ ഒരു ഇത് വന്നായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരുന്നു അല്ലേ. ഇപ്പോഴത്തെ സൂര്യൻ അങ്ങ് തലയ്ക്ക് മേളിൽ നിൽപ്പുണ്ട്, എന്നാലും മേഘത്തിനിടയില്ല, എന്നാലും കുഴപ്പമില്ല. ഇതന്നെ ഈ വലം വയ്ക്കുന്ന വണ്ടിക്ക് ചുറ്റും എന്തോ നേർച്ച ഉള്ള പോലെയാണല്ലോ. നേരെ ഓടുവാണെങ്കിൽ ഞാൻ 10 എന്നാ പറ്റിയ പാഴ്സലാമി വന്നേ. അപ്പൊ ഇത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്ക് വന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി ഡെലിവറി വന്നിട്ടുണ്ട്. അതായത് നമ്മളെ എന്താ പറയാ, നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു, വെയിറ്റിംഗ് ആയിരുന്നു. അത് അവിടെ ഇരിക്കട്ടെ. യെസ്, കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാ വേണ്ടവരൊക്കെ അല്ലേ. ഇതുവരെ ഞങ്ങളെ മറ്റേ നമ്മുടെ ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറി ഫോളോ ചെയ്യട്ടോ അല്ലേ. നമ്മുടെ ബിസിനസിന്റെ നിങ്ങളും കൂടെ ഭാഗവാക്കാകുക. നമ്മളിപ്പം അബീനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. അപ്പൊ അവിടെ കയറിയാൽ നമുക്ക് ഇനി ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോ ഇറങ്ങാൻ പറ്റുള്ളൂ. വയറ് ഫുള്ളാക്കിട്ട് പോകാന്ന്. അപ്പൊ വയറെല്ലാം ഫുള്ളാക്കി കുറച്ച് കഴിയുമ്പോ ബസ്ഡേയിൽ കയറിയിട്ടേ കുറച്ച് ലേസും ജ്യൂസും കുറച്ച് വാട്ടറൊക്കെ മേടിച്ചിട്ട് പോയാലോ. പറയാൻ പറ്റില്ല. ഇപ്പൊ നല്ല തിരക്കുള്ള സമയം, അപ്പം ലോങ് വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ. എങ്ങനെയുണ്ട് മാച്ച? ആദ്യമായിട്ടല്ലേ നമ്മള് മാച്ച് ട്രൈ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇത് അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അബീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കലാണ് കേട്ടോ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പൊ അബിയുടെ ഹോസ്പിറ്റൽ വിസിറ്റ് ആണ് ഇനി അടുത്തത്. ഇനി എത്ര നേരം അവിടെ ഇരിക്കേണ്ടി വരുന്നൊന്നും അറിയില്ല. എന്നിവേ നമ്മൾ പോവുകയാണ്. തിരിച്ചു വന്നു കഴിയുമ്പോൾ കാണാം. ഹോസ്പിറ്റലിലേക്ക് പോവാം, അവിടുത്തെ രീതികളും ഇതെല്ലാം കാണാം അല്ലേ. അതെ, GP-യിലേക്കാണ് പോകുന്നതല്ല, GP-യിൽ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ. എനിക്കതുകൊണ്ട് ഞാൻ നേരിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ. അതെ, ഇല്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാവും അല്ലേ ചേ. നീ ഓടിക്കല്ലോ വണ്ടി ഹോസ്പിറ്റലിലേക്ക്? ഓടിച്ചോ? വണ്ടി ചാവിയൊക്കെ ഇല്ലേ? ഉണ്ട്.
ഹോസ്പിറ്റലിൽ വെയിറ്റിംഗ് കേട്ടോ. ഫാമിലി ആയിട്ട് വന്നോടോ. ഇതാരാ നീ എന്നാ പറയും? നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? 1 മണിക്കൂറായി. 1 മണിക്കൂറായതേ ഉള്ളൂ കേട്ടോ. ഇനിയും സമയം കിടക്കുന്നു ബാക്കി. 4 മണിക്ക് വന്നേ 5 മണിയായി. ചുക്കു ഇവിടെ നോക്കി. ൊന്നുമില്ല, അങ്ങനെ നോക്കിയിരിക്കലല്ലേ. ഇതിൽ നോക്കിയിരുന്നു വീഡിയോയിൽ. ബേബി ചേർക്കില്ല. ഹോസ്പിറ്റലിൽ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും ആമിക്കുട്ടിയും പുറത്തിറങ്ങി കേട്ടോ. വാ, നമ്മളിവിടെ ആമിക്കൊരു ജ്യൂസ് മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ആമി മടുത്തു. ആമി നഴ്സറി പോയിട്ട് വന്നാലേ അല്ലേ ആമി? ബേബി മടുത്തു പോയോ? ഇറ്റ്സ് ഓക്കെ, നമുക്കൊരു ജ്യൂസ് മേടിക്കാം. നമുക്കവിടെ ആ ഷോപ്പിൽ പോയിട്ട് ജ്യൂസ് മേടിച്ച് കുടിക്കാം. നമ്മളത് എങ്ങനെ ചെറിയൊരു മീൽ ഡീലൊക്കെ മേടിച്ച് ഇതേ ആമിക്കുട്ടി ഇവിടുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. ആമിക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണമായിപ്പോയി. നഴ്സറി കഴിഞ്ഞ് വന്നാലേ അല്ല മന? കുഞ്ഞു മടുത്തു പോയോ? പാപ്പി ഇതേ അവിടെ ഇടിയിലുണ്ട് കേട്ടോ. കഴിച്ചോ? മുട്ടായി മാത്രമല്ല കഴിക്കണ്ട, സ്മൂത്തി കഴിക്കണം. 2 മണിക്കൂറായിട്ടോ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ. 2 മണിക്കൂറ്. പക്ഷെ കുഴപ്പമില്ല, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് കോഫി ലാത്ത കുടിച്ചിട്ട്, കോഫി ലാത്തല്ല മാച്ച കുടിച്ച് വയറ് നിറച്ച്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി കേട്ടോ. 9:30 ആയി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ വന്നപ്പോഴത്തേ ഇപ്പൊ ഡ്രസ്സ് മാറിയതുള്ളൂ. ഡാഡിക്ക് പനിപ്പിച്ചു. എന്തൊരവസ്ഥയാന്നല്ലേ ഇവിടെയല്ല. 9, 5, 7, 5.5 മണിക്കൂർ കോമൺ ഇത് വെയിറ്റ്, ആവറേജ് വെയിറ്റിംഗ് അടി. 5.5 മണിക്കൂർ ആവറേജ് വെയിറ്റിംഗ്. എന്തൊരവസ്ഥയാണല്ലേ. അതല്ല ഞാൻ വേറൊരു കാര്യം ഇപ്പൊ ആലോചിക്കുവായിരുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ലേ, എന്ത് എയിംസിന്റെ അവിടെയൊക്കെ ആൾക്കാർ കിടക്കുന്ന, അതും ഏകദേശം ഇവിടുത്തെ ഈ ഒരു വെയിറ്റിംഗ് അത് ഈ NHS പോലെയാണ് നമ്മുടെ നാട്ടിലെ എയിംസ് ഹോസ്പിറ്റലൊക്കെ. അവിടെ ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഒക്കെ ആട്ടോ. എന്നാ ചെയ്യാനാ, ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ഇന്നത്തെ നല്ലൊരു ശതമാനം സമയവും NHS കൊണ്ട് കളഞ്ഞ് വേസ്റ്റാക്കി. പക്ഷെ വയ്യാട്ടോ, തീരെ പനിയൊക്കെ പിടിച്ച് വയ്യാത്ത അവസ്ഥയാണ്. നമ്മുടെ ഇന്നലത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി മറന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പിന്നെ നേരെ ഫുഡും കഴിച്ച് കിടക്കുമായിരുന്നു. നല്ല ക്ഷീണമായിരുന്നു. ഒരു 8 മണിക്കൂറല്ല, എത്ര 5 മണിക്കൂർ അങ്ങാണ്ട് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. 4 മണിക്ക് പോയി 5, 6, 7, 8, 9 5 മണിക്കൂർ. അപ്പൊ എന്തെങ്കിലും ആട്ടെ പുല്ല് അല്ലേ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ. നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായത് തന്നെ ഭയങ്കര എന്തോ എനിക്ക് അറിയുന്നില്ല, മറന്നുപോയ പോലെ എന്തൊക്കെയോ. ഞാൻ പണ്ടൊരു ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിരുന്ന ആളാന്നുള്ള കാര്യം വരെ ഞാൻ മറന്നുപോയാലേ എനിക്കൊക്കെ തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.